അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ കുഞ്ഞുങ്ങളുടെ വാട്ടർ ചേഞ്ചിൽ നമുക്ക് പുതിയ 4 വലിയ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ക്രേറ്റുകളെല്ലാം നമ്മൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഇതിനകത്ത് ചെടികൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെടികൾ മാറ്റാറുണ്ട്. കാരണം ഈ ഒരു ബോക്സ് കുറച്ച് ഉള്ളിലേക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സൺലൈറ്റ് അധികം കിട്ടില്ല. സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഈ ചെടികൾ ഇതിനകത്ത് നാച്ചുറലായിട്ട് വളർന്നോളും. പക്ഷേ ഇത് കുറച്ച് ഉൾഭാഗത്തേക്കാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ വെള്ളം ഫുള്ളായിട്ട് നിറയ്ക്കാറില്ല. ഈ ബോക്സുകളിൽ ജസ്റ്റ് ഒരു പകുതിക്ക് താഴെയാണ് നിർത്താറുള്ളത്. അപ്പോൾ ലൈറ്റ് ഇതിലേക്ക് അടിക്കുന്നത് തീരെ കുറവായിരിക്കും. അപ്പോൾ ഈ സാൽവീനിയ ഫ്ലോട്ടിംഗ് ചെടികൾ നന്നായിട്ട് വളരില്ല. അത് കുറച്ച് നാളെ നിൽക്കും. അതായത് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന ചെടികളെല്ലാം നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് പുതിയത് നമ്മൾ താഴെ വളർത്തുന്നുണ്ട് ഈ ചെടികൾ ഒരു ടാങ്കിനകത്ത്. അപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇതിനകത്ത് ഇട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സമയം കൊണ്ട് നേരത്തെ കാണിച്ച ക്രേറ്റിൽ നിന്ന് ഞാൻ ഒരു വലുതിനെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനാണ് നേരത്തെ കാണിച്ചത്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച കളക്ട് ചെയ്ത വലിയ കുഞ്ഞാണ്. അതിനെ നമ്മൾ ഈ സെപ്പറേറ്റ് ബേസിനിലാണ് ഇട്ടിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിക്കും. ഇത് മാത്രമല്ല എല്ലാ ക്രേഫിഷുകളും നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. ഇത് വേറൊരു കുഞ്ഞാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ല, അതിന് മുമ്പത്തേൽ നമ്മൾ കളക്ട് ചെയ്തതാണ്. അതിന് ഈ ഒരു ട്രെയിലാണ് സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും നമ്മളിതുപോലെ വലുതിനെ കിട്ടുമ്പോൾ സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഇടുന്നത് കൊണ്ട് ഓരോ വെള്ളിയാഴ്ച കഴിയുമ്പോഴും നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട എന്താ പറയുക ട്രേകളുടെ അല്ലെങ്കിൽ കണ്ടെയ്നറുകളുടെ എണ്ണം കൂടി വരികയാണ്. ഈ കാണുന്ന 4 ഈ ആഴ്ച നമുക്ക് കിട്ടിയത് വലിയ കുഞ്ഞുങ്ങൾ. നേരത്തെ കാണിച്ച വലിയ ബ്ലൂ ബോക്സുകളിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിനെയാണ് കിട്ടിയത് വലിയ സൈസ്. ഒരു കണ്ടെയ്നറിനകത്ത് എല്ലാതും ഏകദേശം ഒരേ സൈസ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അതിനകത്ത് വലുതൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് നമുക്കൊരു വലുതിനെ കിട്ടി. ഇനി ബാക്കി ഈ 3 വലുതിനെ നമുക്ക് കിട്ടിയത് നമ്മൾ സൈഡിൽ അവിടെ വെച്ചിട്ടുള്ള 4 ട്രേകളിലാണ്. ചെറിയ ട്രേകൾ നമ്മൾ 4 സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ബാക്കി 3 കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുള്ളത്. ഇവരെല്ലാം നമ്മൾ സെപ്പറേറ്റ് താൽക്കാലികമായിട്ട് ഇപ്പോൾ നമ്മൾ ചെടിച്ചട്ടികളിലാണ് ഓരോ സെപ്പറേറ്റ് ചെടിച്ചട്ടി വെച്ച് അതിനകത്ത് PVC പൈപ്പും പിന്നെ കുറച്ച് ചെടികളും ഫ്ലോട്ട് ചെയ്യിച്ചിട്ടിട്ട് എല്ലാവരെയും നമ്മൾ സെപ്പറേറ്റ് ചെടിച്ചട്ടികളിലാണ് ഇടുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ട്രേകൾ വാങ്ങി ട്രേകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സ്പേസിൽ ഇപ്പോൾ നേരത്തെ കാണിച്ച ബോക്സുകളിൽ അല്ലെങ്കിൽ ട്രേകളിലൊക്കെ ഒരുമിച്ച് വലിയ സൈസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഫൈറ്റായിട്ട് ഡെഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. താൽക്കാലികമായിട്ട് ഇപ്പോൾ ചെറിയൊരു ബേസിനിലോ ചെടിച്ചട്ടികളിലോ ഒക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വലിയ സ്പേസ് കൊടുക്കുന്നതാണ് നല്ലത്. സിംഗിൾ പൈസ ആയിട്ട് ഇടാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച ഒരു ബ്ലൂ ട്രേ യൂസ് ചെയ്താൽ മതി. ക്രേറ്റ് വേണമെന്നില്ല. ഹോബി ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ സ്പേസുകൾ ഈ പറഞ്ഞ പോലെ ട്രെയിലും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യാം. വലിയ രീതിയിലൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വലിയ ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനെ ബൾക്കായിട്ടൊക്കെ വളർത്തുന്നവർ വലിയ ടാങ്കുകളിലാണ് വളർത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.